സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സൺഡേ ഔട്ടിങ്ങിന് പോകുന്ന ദിവസമാണ് ഗായ്സ്. അപ്പോൾ നമുക്ക് 9:30 മുതൽ 12:30 വരെ സമയമുണ്ട്. നമുക്ക് 10 മണിക്ക് ഇവിടുന്ന് ബസ്സുണ്ട്. അപ്പോൾ നമ്മൾ 10 മണിയുടെ ബസ്സിലാണ് ഗായ്സ് പോണത്. ഗായ്സ് നമ്മൾ 4ാമത്തെ ഫ്ലോറിലാണുള്ളത്. നമ്മളിനി താഴെ പോകണം. പിന്നെ അവിടെ നിന്ന് കുറേ നടക്കും. ഞാൻ ഇറങ്ങി പോയതായിരുന്നു. പിന്നെ കുട എടുക്കാൻ മറന്നുപോയി. പിന്നെ ഒരു ബാഗ് എടുത്തു. ഗൈസ് അനുസരിച്ച് ബാഗ് വേണമെന്ന് പറഞ്ഞിട്ട് ബാഗ് എടുത്ത് നമുക്ക് പെട്ടെന്ന് പോവാം. ഇപ്പം തന്നെ 9:51 ഓക്കെ ഗൈസ്. ഇത് കൃഷ്ണപ്രിയ അല്ല ഗൈസ്. ഇവരെല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഗൈസ്. ഗൈസ് ഇവിടെ ഭയങ്കര വെയില്ല. അതുകൊണ്ട് നമ്മൾ കുടയൊക്കെ എടുത്തു. ഗൈസ് നമ്മളെ കോളേജ് ഗൈസ് ഇവിടെ പേരൊക്കെ എഴുതി കൊടുത്താലേ നമുക്ക് പോകത്തുള്ളൂ. ഇവിടെ ഫോട്ടോഷൂട്ടാണ് നടക്കുന്നത്. ഫോട്ടോ എടുക്കാൻ പറ്റുന്നൊരു സ്പേസാണ് ആ ബോഗൻവില്ലർ അവിടെ. യെസ് 225 ഗൈസ് ബസ് വരില്ല ഇപ്പോഴാണ്. നമ്മൾ A4 ഷീറ്റ് മേടിക്കാൻ വന്നതാണ്. നമ്മൾക്ക് നേരത്തെ കോളേജ് ബസ്സിൽ ഓട്ടിച്ച ഒരു അപ്പൂപ്പനാണത്. ആ അപ്പൂപ്പൻ കുറേ നാളോട് വരണില്ലായിരുന്നു. അങ്ങനെ അപ്പൻ നമ്മൾ കണ്ട് അപ്പൻ ഫോട്ടോ ഓട്ടിക്കണം ഗൈസ്. അങ്ങനെ അപ്പനെയൊക്കെ കണ്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ കുറേ നേരം അപ്പൻ നമ്മളെല്ലാ ഞായറാഴ്ച ഇവിടെ തന്നെ വരുന്നത്. KP തന്നെ വന്നിട്ട് പോകും. ഇന്ന് നമ്മൾ ബിഗ് ബാസ്ക്കറ്റ് അല്ല ബിഗ് മാർക്കറ്റിൽ ഫസ്റ്റ് പോകുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഐസ്ക്രീം മേടിക്കുന്നു. ഐസ്ക്രീമാണ് മെയിൻ. അവിടുത്തെ ആ ഐസ്ക്രീം അടിപൊളി. അമൂലിൻ്റെയാണ് 20 രൂപ ഉള്ളു. കോഫി ബാറല്ലേ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പേടിക്കില്ല. എനിക്ക് തന്നെ പേടിയാണ്. പേടിച്ചു പോയി. അയ്യോ കുട എടുത്തില്ല. കുട ഉണ്ടായിട്ട് ഈ വെയിൽ കൊണ്ട് നമ്മൾ നടക്കുകയാണ്. കുട ഉണ്ട് പക്ഷെ കുട എടുക്കാൻ ഭയങ്കര പാടാണ്. മനസ്സിലാക്കണം. ഞങ്ങൾക്ക് ബിഗ് ബാസ്ക്കറ്റ് അല്ല ബിഗ് മാർക്കറ്റിൽ കയറാം ഗൈസ്. ഇവിടെ മൊത്തം പട്ടികളാണ് ഗൈസ്. നമ്മുടെ ലോകത്ത് പോയാൽ സംഭവം പ്രശ്നമില്ലാന്ന് വെച്ചാൽ എല്ലായിടത്തും പട്ടികളാണ്. നാട്ടിലാണെങ്കിലും കുറെ പട്ടികൾ. ഇവിടെയാണെങ്കിലും പട്ടി. ഇതെന്താണിത് ഗൈസ്? ഇതുകൊണ്ടാണ് മാർക്കറ്റ്. നമുക്ക് അവിടെ പോകാം. ഐസ്ക്രീം നമ്മുടെ സാധനം അവിടെയാണ് ഗൈസ് ഉള്ളത്. നമുക്ക് അവിടെ പോകാം. ഒരു ആൾക്കാർ വന്നാൽ വണ്ടി നിർത്തി അഴിക്കാം ആൾക്കാർ അഴിക്കും. ഗൈസ് ഇവിടെ എന്തൊക്കെ ഓഫറൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ ബാഗ് കൂടെ വയ്ക്കണ്ടേ? എന്നും ഇവിടെ തന്നെ വരും. വെറുതെ നോക്കും പോകും. ബാഗ് വെക്കണ്ട ഗൈസ്. അവനൊരു മനസ്സിലായി നമ്മുടെ വേണ്ടതൊന്നുമില്ല. നമ്മുടെ സാധനം ഇതല്ല ഗൈസ്. പുറത്താണോ? ഇവിടെ നിന്ന് ഭയങ്കര ആളാണ്. സാധാരണ ഇത്ര ആൾക്കാരൊന്നും വരാറില്ല. ഇത് പുതിയ സാധനം. ഇന്നലെ പറഞ്ഞില്ല തീർന്നു കാണുമെന്ന്. ആ ഇതാണ് ഗൈസ് നമ്മുടെ സാധനം. ഇപ്പം നമുക്ക് ലഡു മേടിച്ചാലോ? എത്രയാ? അല്ല കേപ്പിന് കട റീഅറേഞ്ച് ചെയ്തു. ഇത് അവിടെ വരുന്നു. കുറച്ച് മാറ്റങ്ങളൊക്കെ റീഅറേഞ്ച് ചെയ്തതാണ്. കാരണം ഇത് അപ്പുറത്തായിരുന്നു, അവിടെ ഇരുന്നിരുന്നത്. ഇപ്പം അത് ഇങ്ങോട്ട് മാറ്റി. യെസ് ഗൈസ്. ഇവിടെ അന്ന് എല്ലാത്തിൻ്റെ വില നോക്കാൻ വെക്കും പോവും ഗൈസ്. നമ്മൾ വേറെ ഒന്നും മേടിക്കുന്നൊന്നുമില്ല. നമ്മളെന്തായാലും ഓർഡർ കൊടുക്കും. നമുക്ക് ഇത് തന്നെ വലിയ ഐസ്ക്രീമിന് വേണ്ടിയാണ് ഇന്ന് വന്നത് തന്നെ ഗൈസ് സാധനം.
നമ്മൾ ഉദ്ദേശിച്ചതല്ല ഇത്. നമ്മൾ കോഫി ബാറാണ് ഉദ്ദേശിച്ചത്, പക്ഷെ ഇവിടെ ചോക്കോ ബാറേ ഉള്ളൂ. എടി എത്ര രൂപയ്ക്ക്? എടി 499 മോളിൽ ചെയ്താലേ ഉള്ളൂ. നമുക്ക് കഴിക്കണം. ഇവിടെ ഇരുന്നാണ് കഴിക്കുന്നത് ഗൈസ്. നമ്മൾ ഇത് അടിപൊളി. നമ്മളിതൊന്നും കുറേ കളഞ്ഞിട്ടില്ല. ഇതില്ല നന്മയുള്ള ലോകമേ. 1 കിലോ 1 എവിടെ വെക്കാൻ സ്ഥലമില്ല. വാ സമയം തീർന്ന് നമുക്ക് എടി ഇങ്ങോട്ടാ ഗൈസ്. അപ്പോൾ ഓടയാണ്. ഓടാൻ പോയി വീഡിയോ എടുക്കാനുള്ള എൻ്റെ ഡെഡിക്കേഷൻ നിങ്ങൾ കാണാതെ പോകരുത് ഗൈസ്. ബസ് വരാറായി. നമ്മളിതാ ഓടയാണ്. അതാണ് ഗൈസ് നമ്മൾ സാധനം വെച്ചുകൊണ്ട് ഓടയാണ്. 289A ആണ് ഗൈസ് നമ്മളെ ബസ് നമ്പർ. നമുക്ക് ഓടാൻ എന്തായാലും. അതിനിടയ്ക്ക് നമ്മൾ ഞാൻ പറഞ്ഞു അതെടുത്ത് പെട്ടെന്ന് ഇറങ്ങണേ നമുക്ക് അവസാന നിമിഷത്തിൽ ഒരു ബബിളി മേടിക്കാം. അങ്ങനെ നമ്മൾ വേണ്ടിയിട്ട് കൂടെ ഷെയർ ഇട്ട് ഒരു ബബിളി മേടിച്ചു ഗൈസ്. കുറച്ചും കൂടെ പോകണം ബസ് സ്റ്റോപ്പിൽ. ഇവിടെയാണെങ്കിൽ നമ്മൾ എവിടെന്നെങ്കിലും കൈ കാണിച്ച് നിർത്തൂല ഗൈസ്. നമ്മൾ കുറച്ച് ഓടിയെങ്കിലും നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. എന്തായാലും സാധനം ഉണ്ട് ഗൈസ്. അതിലേക്ക് നേരത്തെ വന്നെങ്കിലും ബസ് വന്നില്ല. നമ്മൾ കറക്റ്റ് ടൈമിംഗ് ഉണ്ട് ഗൈസ്. നമ്മൾ വന്ന് കുറച്ച് നേരം കഴിഞ്ഞ് ഇനി ബസ് വരും. അതൊന്നും അല്ലടി, കാല് മടങ്ങിയപ്പോൾ ഈ സാധനം കൈ കടിക്കണം, ഫോണും കൈ ഇരിക്കണേ. ഇത് എങ്ങോട്ട് ഇടണമെന്ന് എനിക്കറിയണം. ഞാൻ നേരത്തെ അപ്പുറത്തേക്ക് ആടി സാധനം എടുത്ത് താഴത്തെ 5 വീണ് ഗൈസ്. വീഡിയോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് ഇടുന്നതാണ്. പ്രണമിച്ചതാണ് വീഡിയോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വീണതിനോട് അല്ല വീണില്ല. അതിനോട് എന്താണ് പറയാനുള്ള വീണ എന്താന്ന് വെച്ചാൽ ധൃതി പിടിച്ച് ഓടിയതാ ബസ് ഇപ്പോൾ വരുമെന്ന് പറയും. പക്ഷെ വീണല്ല, ഞാൻ അങ്ങനെ നടന്നപ്പോൾ എനിക്ക് ഒന്നാമത്തെ കാര്യം പരിചയം. നമ്മളെ ബസ് വന്നു. പറഞ്ഞോ നമ്മളിപ്പോൾ വേറെ ചെരുപ്പാണ് ഇടണം. സോ അപ്പോൾ ഈ ചെരുപ്പിട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് നടക്കണം എങ്ങനെയെന്ന് അറിയാൻ മേലെ എനിക്ക്. എന്തായാലും നല്ലോണം ഒന്ന് വീണിട്ടുണ്ട്, പക്ഷെ പൊട്ടിയിട്ടില്ല. പക്ഷെ ഉളിക്കിട്ടുണ്ട്. നമ്മുടെ ബസ് എന്തായാലും ഉണ്ട്. ഇതല്ല ഗൈസ് ബസ്. നമ്മൾ ഓടിയത് എന്തായാലും വെറുതെ ആയി. കുറേ സമയത്തിന് ശേഷം ആ ബസ് വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മൾ 289A ആണ് ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. അടിച്ചോ.